അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ ഇത് കിട്ടുന്ന സ്ഥലങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. ആ പ്രദേശത്തേക്കേ പോകരുത്. അങ്ങനെയുള്ള കൂട്ടുകെട്ടെ വേണ്ടെന്ന് പറയാം. ഇനി ഇതിനകത്ത് നിങ്ങൾ പെട്ടുവേണ്ട കുഴപ്പം എന്താണ്? ഈ സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പരമ്പരായകൾ എന്താണ്? ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്? ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ. വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. തലച്ചോറിനെ ബാധിക്കും. അതാണ് ഏറ്റവും ആദ്യം ഈ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തില് ഏറ്റവും ആദ്യം ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിനെയാണ്. തലച്ചോറ് എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് അല്ലെ? നമ്മുടെ ശരീരത്തിലെ കംപ്ലീറ്റ് സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന സാധനമാണ് എന്ത്? ബ്രെയിൻ. നമ്മുടെ CPU എന്ന് കേട്ടോ. CPU എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെ? എന്ന് പറഞ്ഞാൽ CPU-ന്റെ ദൗത്യമാണ് നമ്മുടെ ശരീരത്തിൽ തലച്ചോറ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലും ആദ്യം ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് ഹാലുസിനേഷൻ ഉണ്ടാകുന്നത്. നമ്മളിങ്ങനെ പറന്ന് നടക്കുന്നതായിട്ടും ചിലർ ചിരിക്കുന്നതായിട്ടും ചിലർ മദ്യപിച്ചിട്ട് ചീത്ത വിളിക്കും. അങ്ങനെയൊക്കെ വരുന്നത് നമ്മുടെ കൺട്രോളിങ് കംപ്ലീറ്റ് പോവാണ്. തലച്ചോറ് നമ്മുടെ ശരീരത്തിലുള്ള നേർവസിലുള്ള കൺട്രോളിങ് ഒന്ന് പോകും. കൺട്രോളിങ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയത്തില്ല. ഇപ്പൊ മേഡം ഇവിടെ പറഞ്ഞ ചില അപ്പനെ അമ്മയെ വെട്ടിക്കൊല്ലുന്ന സംഭവങ്ങൾ, സഹോദരൻ സഹോദരിയെ കൊല്ലുന്നു, ഇങ്ങനെ ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു. ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നതിന് പിന്നില് ലഹരിയുടെ എന്തുണ്ട്? ഉപയോഗമാണ്. ലഹരിയുടെ ഉപയോഗമുണ്ട്. ലഹരി അമിതമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിന്റെ ചിന്താശേഷിയെ നമ്മൾ ചിന്തിക്കുന്ന ഉപയോഗിച്ചാണ് തലച്ചോറ് ഉപയോഗിക്കുന്നത്. അപ്പൊ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാല് സ്വന്തം നമുക്ക് അപ്പനെ തിരിച്ചറിയാൻ പറ്റൂല, അമ്മയെ തിരിച്ചറിയാൻ പറ്റൂല. ചില വീടുകളില് അമ്മയ്ക്ക് സഹോദരിക്കൊന്നും വീട്ടിൽ താമസിക്കാൻ പേടിയാണ്. കാരണം ആ വീട്ടിലുള്ള മറ്റു ആളുകൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് വീട്ടിൽ ജീവിക്കാൻ പേടിയാണ്. കാരണം അവരെപ്പോഴാണ് ഉപദ്രവിക്കുന്നത് അറിയത്തില്ല. പല രീതിയിൽ ഉപയോഗിക്കാം. ശാരീരികമായിട്ട് ഉപദ്രവിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഉപദ്രവിക്കാം. അപ്പം നമ്മുടെ ശരീരത്തിന്റെ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താശക്തി പൂർണ്ണമായിട്ടും പോകും. നമുക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റൂല. ഇതിന്റെ ഇൻഫ്ലുവൻസിൽ നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അപ്പനെയാണോ അമ്മയാണോ സഹോദരനെയാണോ നമ്മൾ ചെയ്യുന്നത് തിരിച്ചറിയാൻ പറ്റാത്തത്. പിന്നീട് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആയ ഏതൊക്കെയാണ് വയറ്, ലിവർ